ഹലോ ഗൈസ്, അപ്പോൾ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് 3 പാർട്ടായി ഇടാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആവുക. പിന്നെ അത്ര വലിയ ഹൈടെക് ആയിട്ടുള്ള ഫോണൊന്നുമല്ല, സാധാ ഒരു സെറ്റാണ്. അപ്പം മൊത്തം ഹാങ് ആയിട്ട് വരുമ്പോഴാണ് ഞാനിങ്ങനെ 3 പാർട്ടായിട്ട് ഇട്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ ബ്രൈഡിൻ്റെ കല്യാണ സാരി സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം ഞങ്ങൾ നമ്മൾ ഓണപ്പുടവൊക്കെ കൊടുക്കുന്ന ആ ഒരു സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ എടുക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റ് മുണ്ട് വേണ്ട പറഞ്ഞു. സെറ്റ് സാരിയാണ് ഉടുത്തത്. ഇതിപ്പോൾ ഈ കാണിച്ചു തരുന്ന ഈ ഒരു മോഡൽ തന്നെയാണ് നമുക്ക് ഇഷ്ടമായത് കേട്ടോ. ഒരു 2 to 3 ഒക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്ന റേറ്റ് തന്നെയാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഓണപ്പുടവ കൊടുക്കാൻ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് മുണ്ട്, വയസ്സായവർക്കൊക്കെ അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഇവിടെ ഉണ്ട്. ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, അല്ലാത്തവർക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാൻ ബണ്ടിലായിട്ട് എടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അവിടെ 15% കണ്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത് സെലക്ട് ചെയ്തു. പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം 3rd ഫ്ലോറിലേക്കാണ് പോയത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഉള്ള സാരി കളർ, ഫാൻസി സാരി, പട്ട് സാരി, നമ്മൾക്ക് എങ്ങനത്തെ സാരിയാണ് വേണ്ടിച്ചെങ്കിൽ ആ ഒരു സാരിയുടെ സെക്ഷനാണ് 3ാമത്തെ ഫ്ലോറിലുള്ളത്. അവിടെ അത്ര നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ താഴത്തെ നേരെ എന്താ പറയുക, ഫ്ലോറിൽ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുകയെന്ന്. പക്ഷേ എല്ലാ തിരക്കും കൂടിയിട്ട് 3ാമത്തെ ഫ്ലോറിലുണ്ടായിരുന്നു. അവിടെ സാരി നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ എല്ലാ സാരികളും, എല്ലാ മെറ്റീരിയൽസും അത്രയും സ്റ്റോക്കുകൾ അവിടെ ഉണ്ട് കേട്ടോ. അത്രയും അവരിപ്പോൾ ആ പേജിൽ കാണിക്കുന്ന പോലെ അത്രയും സ്റ്റോക്ക് അവിടെ അവർ പറയുന്നത് ജെനുവിനാണ്. ഉണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഡിസ്പ്ലേയിൽ ഇതായി കാണിക്കുന്ന ധാവണി അങ്ങനത്തെ ഒക്കെ ഒരു മോഡലായിട്ടാണ് കല്യാണത്തിന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള അജ്രക്കിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ ആ ടൈപ്പ് മെറ്റീരിയൽസ് പല ടൈപ്പും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് റേറ്റ് കുറഞ്ഞതിൻ്റെയും കൂടിയതിൻ്റെയും അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2:30 വരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങൾക്ക് സ്നാക്സ്, ചായ തരാൻ വേണ്ടിയിട്ടൊരു താഴേക്ക് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞൊരു 3:30-4 മണിയോട് കൂടിയിട്ട് നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ നെയ്ത്തുകാരൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ 3:30 to 4 അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലാക്കി. പിന്നെ നല്ല സ്പേസ് ഉള്ളതായിരുന്നു കേട്ടോ. എനിക്ക് അതാണ് പറയാൻ പറ്റിയിട്ടുള്ളൊരിത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുത്തു തന്നത്. വേണമെങ്കിൽ ചേട്ടന്മാർ ചെയ്തു തരും, പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ തിരക്കുള്ളതുകൊണ്ടും പിന്നെ അവിടെ അത്രയും ലോങ്ങിൽ നിന്ന് വന്ന ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വലിയ ദൂരമില്ലാണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ 4:30 അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ നേരത്താണ് ഭക്ഷണം കഴിക്കുക. അവിടെ നിന്ന് കുറച്ചുകൂടി പോയപ്പോൾ തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എടുത്ത് നമ്മുടെ കുട്ടി ടേബിളിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ മേടിച്ച് എല്ലാവരും കഴിച്ച് 6 മണി 6:30 പട്ടാമ്പി എത്തി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.